തീ പിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത, പ്രത്യേകിച്ച് വിശേഷണങ്ങളുടെയും ആവശ്യമില്ലാത്ത ഒരു വ്യക്തി ഇന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. മലയാള ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തൂലികയുടെ ഉടമയായ ബ്രദർ ബേബി ജോൺ കലയന്താനി. അദ്ദേഹത്തിൻ്റെ ഒന്നല്ല ഒരുപാട് ഗാനങ്ങൾ നമുക്കേവർക്കും സുപരിചിതമാണ്. ആ പാട്ടുകളൊക്കെ ഒരിക്കലെങ്കിലും പാടിയിട്ടില്ലാത്ത ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. ഞാൻ അങ്ങയുടെ ആദ്യത്തെ ഒരു പാട്ട് കേട്ടത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അതെ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഭയപ്പെടേണ്ട മകനെ മകളെ. വാസ്തവത്തിൽ അന്ന് ആ പാട്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് പേരെ ആശ്വസിപ്പിച്ച, ബലപ്പെടുത്തിയ ഒരു ഗാനമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങയുടെ ആദ്യത്തെ ഗാനം അതായിരുന്നു എന്നുള്ളതാണ്. അതെ. ഏതോ ഒരു ധ്യാനാവസരത്തിലാണ് ആ പാട്ട് എഴുതിയതും പാടിയതുമൊക്കെ. ആ പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? അതെ, ആദ്യത്തെ ഗാനം അതായിരുന്നു. പല വേദികളിലും ഈ ഗാനത്തെക്കുറിച്ച് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം. തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ എൻ്റെ സൃഷ്ടാവായ ദൈവം എന്നെ വ്യക്തിപരമായി അറിഞ്ഞു സ്നേഹിച്ച് രക്ഷിച്ച ഒരു അനുഭവം തന്നെയാണിത്. സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ കവിത, അല്പസ്വല്പം കവിത വാസന ഉണ്ടായിരുന്ന എനിക്ക്, ഞാൻ കവിതയിൽ ഇങ്ങനെ അതുപോലെ അല്പസ്വല്പം പാട്ട് പാടും, കവിത കുറിക്കും, അങ്ങനെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു. അങ്ങനെ ഇരിക്കവേ എനിക്ക് എൻ്റെ യുവത്വത്തിൽ ഈ സിനിമാ മേഖല എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എന്നിലുള്ള കുഞ്ഞു കുഞ്ഞു കഴിവുകൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സിനിമ എന്നെനിക്ക് തോന്നി. അപ്പോൾ അതിലേക്ക് പോകുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെ നീങ്ങവേ, അന്ന് നവോദയ അപ്പച്ചൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ നിർമ്മാതാവും സംവിധായകനുമായ അപ്പച്ചൻ സാറുമായി എനിക്കൊന്ന് പരിചയപ്പെടുവാൻ അവസരം കിട്ടി. ഓ, അത് ശരി. എനിക്കൊന്ന് അദ്ദേഹം ബൈബിൾ സീരിയലൊക്കെ എടുത്ത് ആ കാലഘട്ടം 10 വർഷം മുമ്പ് ആ സമയം. അതെ, ആ സമയം അന്ന് അദ്ദേഹം ഡിവൈനിൽ ഒരു ധ്യാനത്തിന് കുടുംബസമേതം വന്നപ്പോൾ ഞാനും യാദൃശ്യമായി ആ ധ്യാന വേളയിലുണ്ടായിരുന്നു. അപ്പം ഈ നവോദയ അപ്പൻ സാർ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ മേഖലയുമായി ഒന്ന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ നീ മദ്രാസിന് പോരുക, അവിടെ നമുക്ക് സിനിമയുടെ കൂടുതൽ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കത് വലിയൊരു വാതിൽ തുറന്നൊരു അനുഭവമായിരുന്നു. ഇദ്ദേഹം ഇത് പറയുന്നു ഡിവൈനിൽ വെച്ച്. അടുത്ത ദിവസം ഡിവൈനിൽ ധ്യാനമധ്യേ കൗൺസിലിംഗ് സമയം, സ്പിരിച്വൽ ഷെയറിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാനും അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആ ഇരുന്ന കൗൺസിലർ എന്നോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു വലിയ സ്ക്രീൻ കാണിച്ചു തരുന്നുണ്ടല്ലോ. പെട്ടെന്ന് എനിക്ക് അത്യത്ഭുതമായി. കാരണം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന കാര്യം, ആ ആഗ്രഹം ഇതാ കൗൺസിലറിലൂടെ വെളിവാകുകയാണ്. സിനിമ തന്നെ ഉറപ്പിച്ചു. എനിക്ക് സന്തോഷമായി. ഉടനെ ഈ കൗൺസിലർ തുടർന്നു, മോനെ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ? ഈ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിലും അതിലൊരു ഇൻഡു സൈൻ കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അതിനാ? ഈശോ പറയുന്നത് മോന് ആ മേഖലയല്ല, അത് മോൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ്, പക്ഷെ ആ മേഖലയല്ല, മോൻ്റെ കഴിവുകൾ എനിക്ക് വേണ്ടി നൽകിയാൽ നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവായി നിന്നെ നയിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സകല പ്രതീക്ഷ അവിടെ തീർന്നു. സകല പ്രതീക്ഷ അസ്തമിക്കുക. കാരണം സിനിമയിലേക്ക് ഒരു എൻട്രി പ്രതീക്ഷിച്ച്, അതും നവോദയ അപ്പച്ചൻ സാറിനെ പോലെ ഏറ്റവും വലിയൊരു ബാനറിന്റെ ആ കീഴിലെ. അപ്പൊ എന്റെ പ്രതീക്ഷ മങ്ങി. ആ ധ്യാനം കഴിഞ്ഞ് അന്ന് ബൈബിളിലെ ഒരു യുവാവിനെ കുറിച്ച് പറഞ്ഞ നിരാശനായിയാണ് നമ്മൾ മടങ്ങുന്നത്. സാധാരണ എല്ലാവരും സന്തോഷത്തോടെ ധ്യാനം കഴിഞ്ഞ് പോവുള്ളൂ. നമ്മൾ നേരെ തിരിച്ചായി പോയി. അങ്ങനെ ഞാൻ ദുഃഖത്തിനായി മടങ്ങി. അപ്പൊ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചെന്നൈക്ക് പോകും, അവിടെ ഇതിൽ സിനിമാ മേഖലയാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ നല്ല പ്രോത്സാഹനം നൽകി. പക്ഷേ ഞാനിങ്ങനെ വളരെ നിരാശനായിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, എന്നെ പറ്റിയടാ?
ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പോകാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ ഇനി കൗൺസിലിൽ ഇങ്ങനെ ധ്യാനത്തിൽ പറഞ്ഞത് ആ മേഖലയല്ല, നിനക്ക് ദൈവീകമായ കാര്യങ്ങളിലൂടെ നീങ്ങാനുള്ള ഒരു വിളിയാണ് കിട്ടിയിരുന്നു പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നത്, അതൊക്കെ അങ്ങനെ കേൾക്കും, നിനക്ക് നല്ലൊരു വാതിൽ തുറന്ന് കിട്ടിയതാ, നീ പോയി രക്ഷപ്പെടുക, ധ്യാനം കൂടി ഭാവി കളയരുത്. പക്ഷെ ഇതിങ്ങനെ ഇവർ പറയുമ്പോഴും ആകെ മനസ്സിലൊരു പിരിമുറുക്കവും പിടിവലിയാണ്. ഇത് എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകണോ, ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം, എനിക്ക് ഒരു പിടിയില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് മൂവാറ്റുപുഴ ജീവജ്യോതിയിൽ ഞാൻ തീരുമാനിച്ചു ഒരു ധ്യാനം കൂടി ഒന്ന് പങ്കെടുക്കാം. ഇനി ചിലപ്പോൾ ഇൻഡുസൈൻ ഒന്ന് മാറിയാലോ, ഒന്ന് മാറിയാലോ. അങ്ങനെ ഞാനൊരു ആഗ്രഹവുമായി ഈ മൂവാറ്റുപുഴ ജീവജ്യോതിയിൽ ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴി അച്ഛൻ, മുൻ KST ചെയർമാനാണ്, അച്ഛൻ നയിക്കുന്നൊരു ധ്യാനമാണ്. അതിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ 1-2 ദിവസവും 3 ദിവസവും എനിക്കൊന്നും ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ആകുലത, വ്യഗ്രത ഇതൊക്കെ ഇങ്ങനെ നെളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും വളരെ ഞെരുക്കം, വളരെ കഷ്ടപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിന്റെ ചുറ്റുപാട്. ഞാൻ ഇളയ മകനാണ്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ജോലി സമ്പാദിക്കണം, സമ്പത്തുണ്ടാക്കണം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും എനിക്കുണ്ട്. പക്ഷേ അതെല്ലാം വാതിലടയുക എന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ആ ധ്യാനത്തിൽ ഞാൻ നിരാശനായി അങ്ങനെ ഇരിക്കുക, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഈ ഉത്കണ്ഠ മനസ്സിൽ നിൽക്കുന്നു. സമയം കടന്ന് 3-ാം ദിവസമായപ്പോൾ ഈ ധ്യാനഗുരുവിലൂടെ ഈ സന്ദേശം അതായത് പറയുകയാണ്, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛനിലൂടെ ലഭ്യമാവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു ഉത്തരം, അത് കർത്താവായ യേശുവാണ്. ആ ഈശോ സജീവനായി ഇറങ്ങി വന്ന ഇടമാണ് ദിവ്യകാരുണ്യ ആരാധനാ നിമിഷം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കുവാനും പങ്കുവെക്കപ്പെടുന്ന ഒരു വേദിയുമാണ് ഈ ആരാധന. നിങ്ങൾ തുറന്നു പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അച്ഛൻ പറയുക. ഈ സമയത്ത് ഞാൻ ആ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ മുട്ടുകുത്തി ശരിക്കും ആ കുർബാനയിൽ, അതുവരെ കുർബാന പങ്കുകൊള്ളും, കുർബാനയിൽ സ്വീകരിക്കും എന്നൊക്കെ എന്നല്ലാതെ ഈ കുർബാന ഒരു അനുഭവമായി എൻ്റെ ജീവിതത്തിൻ്റെ കാതലായ ഒരു പ്രശ്ന പരിഹാരകനാണ് എന്നുള്ള ചിന്ത എനിക്കില്ല. ഞാൻ ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയത് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിന്നെ ഞാൻ പൊട്ടിക്കരയുന്ന ഒരു അനുഭവത്തിലേക്കായി. ഞാൻ കരങ്ങൾ ഉയർത്തി പിടിച്ച്, എൻ്റെ കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വാതിൽ തുറന്നു കിട്ടുന്നുണ്ട്, പക്ഷേ അങ്ങോട്ടല്ല എന്നാണ് ഉത്തരം. അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു തീരുകയും ഈ ധ്യാനഗുരുവിലൂടെ ഒരു സന്ദേശം ഇങ്ങനെ ഉണരുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും ദിവ്യകാരുണ്യ ഈശോട് പങ്കുവെക്കുന്ന ഒരു മകനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യേശയ്യാ 41:10. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞതും അതുവരെയുള്ള ആകുലതകള്, ഉത്കണ്ഠകള്, വ്യഗ്രതകളെല്ലാം മാറിപ്പോകുന്നു. മാത്രമല്ല ഒരു വലിയ സ്വച്ഛത ഞാൻ അനുഭവിക്കുക. അന്ന് തന്നെ ഞാൻ ഡയറിയിൽ കുറിച്ചു വെച്ചു, ഇന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. അപ്പോൾ അല്പസ്വല്പം കവിത എഴുതുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ കവിതാത്മകമായി ഡയറി കുറിച്ചത്. ഇന്നെൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ, നീ കരയല്ലേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ. ഇതാണ് അതിൻ്റെ ആ ദൈവം എന്നോട് പറഞ്ഞു എന്നുള്ള വചനത്തിന്റെ സാരാംശം കുറിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വലിയ ഉത്സാഹം, വലിയ തീഷ്ണത, ആകുലതയൊക്കെ വിട്ടുപോയിരിക്കുന്നു, ഉത്കണ്ഠ പോയിരിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഇനിയിപ്പോൾ എന്ത് വന്നാലും ദൈവമുണ്ടെന്നുള്ള ചിന്ത വചനമായി എന്നിൽ നിറഞ്ഞിരിക്കുന്നു. എനിക്ക് ആകെ ഒരു ഉണർവ്, പ്രാർത്ഥിക്കാനൊക്കെ. പിറ്റേന്ന് ഞാൻ അന്ന് കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഒരു വലിയ തീഷ്ണതയൊക്കെ. എഴുന്നേറ്റിരുന്നപ്പോൾ തലേ ദിവസം ഞാൻ എഴുതി വെച്ച അത് ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുക ഡയറിയിൽ, അതങ്ങ് തുറന്നിരിക്കുന്നു. ഞാൻ വെറുതെ നോക്കി, ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്റെ ദൈവമല്ലേ. പെട്ടെന്ന് എനിക്ക് തോന്നി അതിനൊരു ഫീലിംഗ് വരുത്തണമല്ലോ, അതിന് ഭയപ്പെടേണ്ട മകനെ, മകളെ എന്ന് കൂടി, കാരണം ദൈവത്തിന് മകനും മകളും ഉണ്ടല്ലോ, അങ്ങനെ കൂടി അതൊരു കവിതയാക്കി ഞാനങ്ങ് മാറ്റി. ഞാൻ അടിസ്ഥാനപരമായിട്ട് സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ പെട്ടെന്ന് ഒരു ഈണം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരികയാണ്. അങ്ങനെ എൻ്റെ എളിയ ജീവിതത്തിൽ ആദ്യമായി കവിതയിൽ നിന്ന് ഗാന മേഖലയിലേക്കുള്ള ഒരു പ്രവേശനമായി ആദ്യം ആ ദൈവത്തിൻ്റെ വാക്കുകൾ, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി
നിന്നെ നയിക്കുന്ന ദൈവം. അതിനു മുമ്പ് അതുവരെ ഒരു പാട്ടിന് മ്യൂസിക് ചെയ്തിട്ടില്ല? ഇല്ലില്ല, അതുവരെ ഒരു പാട്ടിന് മ്യൂസിക് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ട്യൂണിങ് വരിക? ഉള്ളിൽ നിന്ന് ട്യൂണ് വരിക. അപ്പോൾ ഈ പാട്ട് ഇതും കൂടെ ഞാൻ ഈരടിയായിട്ട് പാടി ബാക്കിയോട് ഫില്ല് ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചു നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ഇങ്ങനെ ഒരു ഗാനരൂപേണ അതൊരു ഗാനമായി രൂപാന്തരപ്പെടുകയും അതിന് ചേർന്ന് ഈണവും കടന്നു വരുമ്പോൾ അന്ന് ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ ആ വേദിയിൽ ആ ഗാനം പാടി സാക്ഷ്യം നൽകി. അപ്പോഴേക്കും ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാവരും അതിന് ഹല്ലേലൂയ വിളിച്ച് അതിനൊരു പിന്താങ്ങല്. അപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, ജെയിംസ് എന്നോട് പറഞ്ഞു, മോനെ മറ്റൊന്നും നീ നോക്കണ്ട, കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു, നിന്റെ കഴിവുകൾ കർത്താവിന് സമർപ്പിച്ചുകൊള്ളുക, നീ പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരികയില്ല. അക്ഷരാർത്ഥത്തിൽ എൻ്റെ വിനോയ് ബ്രദറെ അത് ഒരു പ്രവചനം എന്ന പോലെ എൻ്റെ എളിയ ജീവിതത്തിൽ ആദ്യത്തെ കാൽവയ്പ്പാണ്. പിന്നീട് ഇവിടെ ഞാൻ ഇരിക്കുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ മഹത്വം പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, എവിടെയൊക്കെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ നിറസാന്നിധ്യമായി വരുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം നിറകണ്ണുകളോടെ മാത്രമേ അനുഭവം. ആ പാട്ട് നമുക്കൊന്ന് അതിൻ്റെ ഒരു 4 വരികളൊന്ന് പാടിയാലോ? തീർച്ചയായും നമുക്ക് അതിന്. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ബ്രദറെ, ഇന്നും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു പുതിയ അനുഭവമായിട്ട് മാറുകയാണ്. കാരണം ദൈവത്തിന്റെ വചനമാണ് അതാണ്. വചനത്തിനെന്നും പുതുമയുണ്ടല്ലോ, ഓരോ ദിവസവും അത് പുതിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും അനേകരെ ഈ ഗാനം ആകർഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോടും നിരാശയോടും കൂടിയാണ് വീട്ടിലോട്ട് പോയത്. അതെ. പക്ഷെ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നേരെ തിരിഞ്ഞു. കാരണം ഉത്തരം കിട്ടി എനിക്ക് വചനത്തിലൂടെ. ഈ വചനത്തിന് മാത്രമേ മാറ്റം വരുത്താൻ കഴിയുള്ളൂ എന്നുള്ളൊരു ബോധ്യവും ലഭ്യമാവുകയായിരുന്നു അതുവഴി. അപ്പം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പം പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് മുന്നോട്ടുള്ള കാര്യം ധൈര്യപൂർവ്വമായിരുന്നു. കാരണം പിന്നെ അത് ആ ടീമിൽ തന്നെ. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഞങ്ങളുടെ ടീമിൽ വെക്കിയ പോരെ. അപ്പൊ അങ്ങനെ ഈ കക്കുഴച്ചന്റെ ടീമില്, ധ്യാന ടീമില്, മൂവാറ്റുപുഴ മോചന ആ ധ്യാന ടീമില് പ്രവർത്തിക്കുകയായിരുന്നു. പിന്നെ പാട്ടുകാരനായിട്ട് മാറി. പാട്ടുകാരനിലേക്ക് എത്തിയില്ല. അതിനു മുമ്പ് തന്നെ മറ്റേ ശുശ്രൂഷകള്, കരിങ്ങാലി വെള്ളം, അതുപോലെ തന്നെ ബ്രെഡ് വിതരണം ചെയ്യുക, സാധാരണ കരിസ്മാറ്റിക്കിന്റെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നെ ക്രമേണ പതുക്കെ പാട്ടുകാരൊക്കെ ഇവിടെ ഒന്നും ഉണ്ട്. അവരില്ലാത്തപ്പം പതുക്കെ കയറി കുഞ്ഞു പാട്ട് പാടുക, അങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് പിന്നെ ക്രമേണ ചുവടുകൾ വെക്കാൻ കഴിയും. ഈ പാട്ട് എങ്ങനെയാ പിന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചത്? പിന്നെ ആ അച്ഛൻ തന്നെ അതിനെ മുൻകൈ എടുത്ത് അതിന്റെ ടീമുകൾ തന്നെ നമുക്കിത് നല്ല പാട്ടാണല്ലോ, നമുക്കിത് പുറത്തിറക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കാസറ്റ് ഇവിടെ നിന്ന് വരികയാണ്. അന്ന് ഈ CD പെൻഡ്രൈവ് ഒന്നും ഇല്ല. വെറും കാസറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ അതിലൂടെ ഉദ്ദേശിച്ച് നമ്മുടെ അൽഫോൺസ് ജോസഫ്
നമ്മുടെ പ്രശസ്ത അൽഫോൻസ് ജോസഫാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത്. ബിനു കെ പി എന്ന് പറഞ്ഞൊരു ഗായകനാണ് ആദ്യമായിട്ട് പാട്ട് പാടുന്നു, അൽഫോൻസ് ഓർക്കസ്ട്രേഷൻ കൊടുക്കുന്നു, നമ്മൾ ആദ്യമായി എഴുതി മ്യൂസിക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും 3 പേരുടെ ഒരു ആദ്യമായുള്ള ഒരു ചുവടുവയ്പായിരുന്നു ഇത്. ആ കാസറ്റിൽ ഈ ബ്രദറിന്റെ ഈ ഒരു പാട്ടേ ഉള്ളായിരുന്നോ അതോ വേറെ പാട്ടുകൾ? വേറെയുള്ള പാട്ടെന്ന് പറഞ്ഞാല് ആത്മാവുണരുന്ന നിമിഷം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മാതാവിന്റെ ഒരു ഗാനമുണ്ട്. അങ്ങനെ ഒരു 5-6 പാട്ടുകളും അതിൽ തന്നെ വന്നിരുന്നു. അപ്പൊ തന്നെ പാട്ടിന്റെ രചനാ മേഖലയിലേക്ക് ഒരു പ്ലാറ്റ്ഫോം എൻട്രൻസ് ആയി ഒരുങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എഴുതിയ പാട്ട് ഏതായിരുന്നു? പിന്നെ അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഓരോ ഏകാന്ത യാമങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ കടന്നു വന്നു. പിന്നെ മറ്റ് ഗാനങ്ങള് ക്രമേണ അതിനിടയ്ക്ക് കവിത എഴുത്തുണ്ടായിരുന്നോ? പിന്നെ കവിതയിലേക്ക് തിരിഞ്ഞില്ല. പിന്നെ ഈ ഗാന മേഖല മാത്രമേ ഉണ്ടായിരുന്നു. ശരിക്കും പിന്നീട് എനിക്ക് തോന്നുന്നു ബ്രദറിന് ഒരു വലിയ ബ്രേക്ക് വരുന്നത് ഇസ്രായേൽ നാഥനാണ്. അതിന് ശേഷം അതെ ഇസ്രായേൽ നാഥന് അങ്ങനെ പാട്ടുകൾ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇസ്രായേൽ നാഥൻ എന്നൊരു ഗാനം വന്നതോടുകൂടി ഡേവിഡ് ജോൺ കല്ലന്താനി എന്ന പാട്ടെഴുത്തുകാരനെ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. തീർച്ചയായും അങ്ങനെ ഒരു ഇസ്രായേൽ നാഥന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ശരി, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പീറ്റർ ചേരാനിലൂര് അദ്ദേഹമാണ് അതിന്റെ ഈണം പകരുന്നത്. ഈ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന ഗാനം ഇറങ്ങി അന്ന് വളരെ എല്ലായിടത്തും പാടി തുടങ്ങിയുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് തന്നെ ഈ പീറ്റർ ചേരാനിലൂര് അദ്ദേഹവും സംഗീത രംഗത്തേക്ക് കടന്നു വന്ന കാലഘട്ടമാണ്. അദ്ദേഹം അന്ന് പോട്ട ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകനാണ്. അപ്പൊ അദ്ദേഹം അന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ഗാനം മ്യൂസിക് ചെയ്തിരുന്നു. അതായത് ജീവിതത്തോണി തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവൻ യേശു എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗാനം. അപ്പൊ ഈ ഗാനം അപ്പൊ നമ്മുടെ പാട്ട് മാത്രമല്ല മറ്റു ഗാനങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ഗാനമായിരുന്നു ഈ ജീവിതത്തോണി തുഴഞ്ഞു ആദ്യത്തെ പാട്ടായിരുന്നു. ആദ്യത്തെ പാട്ടുകളിൽ ഒന്നൊരു പാട്ട് ശ്രദ്ധിക്കപ്പെട്ട ഹിറ്റായ ഗാനം. അപ്പൊ ഇത് കേട്ടപ്പോ ഞാനിങ്ങനെ ഓർത്തു, എടാ ഇത് ആരായി മ്യൂസിക് ചെയ്തിരിക്കുന്നത്? പീറ്റർ ചേരാനിലൂര് ഒരു പുതുമുഖമാണല്ലോ, നല്ല മ്യൂസിക് ആണല്ലോ എന്ന് ഞാൻ ഓർത്തിരിക്കുന്ന അതേ സമയം തന്നെ ഈ പീറ്റർ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം നല്ലൊരു പാട്ടാണല്ലോ, ഇതാരാ ഇത് എഴുതിയത്? ഈ ബേബി ജോൺ എന്ന് പറഞ്ഞത് ആളാണ്. അപ്പം പരസ്പരം ഒന്ന് കാണാനും പരിചയപ്പെടാനുള്ള ആഗ്രഹമൊക്കെ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അങ്ങനെ ഇരിക്കവെയാണ് ഇദ്ദേഹം അന്ന് ഇവിടെ പോട്ട ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകനായിരിക്കവേ ഒരു കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പാലാ രൂപതയിലെ മുത്തോലപുരം പള്ളിയിൽ കൺവെൻഷൻ വരികയാണ്. ആ സമയത്ത് പീറ്റർ ചേരാനിലൂർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു മാഗസിന് വേണ്ടി, ഒരു പത്രത്തിന് വേണ്ടി, ശാലോം സൺഡേ ശാലോവിന് വേണ്ടി ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം കണ്ടു, സംസാരിച്ചു, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, പുതിയ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എഴുതുന്നുണ്ട്. അപ്പോഴാണ് പീറ്റർ പറയുന്നത്, നമുക്കൊന്ന് കൂടിയാലോ. അപ്പോൾ എനിക്കും സന്തോഷമായി, കാരണം പീറ്ററിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ മുത്തോലപുരം പള്ളിയിൽ അൾത്താരയ്ക്കരികിൽ ശാന്തമായ ഒരു അവസരം ഞങ്ങൾ 2 പേരും അവിടെ ഇരിക്കുന്നു. എന്നോട് ചോദിച്ചു, പാട്ട് വല്ലതും എഴുതിയിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഡയറിയിൽ ഞാനൊരു 3-4 ലൈൻ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം, മർത്തനായി ഭൂമിയിൽ പിറന്നു ദൈവം, നിത്യജീവനെ ഇടുന്ന ദൈവം, ആപപിതാവേ, അങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഞാൻ 4 ലൈൻ എഴുതിയുള്ളൂ, ആപപിതാവെന്ന് എഴുതിയിട്ടില്ല. ഉടനെ ഈ പീറ്റർ പറഞ്ഞു, നമുക്കെന്നാ ഇരുന്നാലോ അന്ന് പുള്ളി ഈ പാട്ടിങ് എടുത്ത് പിടിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇങ്ങനെ കൈ ഓർത്ത് പിടിച്ച്, ഞാൻ ഓർക്കുകയത്, നിങ്ങൾ 2 പേർ ചേർന്ന് ഏക മനസ്സോടെ ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തരും എന്ന ഈശോയുടെ വാഗ്ദാനം ഞാൻ ഓർക്കുക. ഞങ്ങൾ 2 പേരും കൈ ഓർത്ത് പിടിച്ചിട്ട് ആ അൾത്താരയിലെ സക്രാരിയിലേക്ക് നോക്കി, ഈശോയെ, അങ്ങയുടെ ദിവ്യനാമമഹത്വം പാടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ. ഈ ഗാനം ഞങ്ങൾ ഒരുമിച്ച് ചിട്ടപ്പെടുത്താം, അവിടെ സംഗീതം തരണം, ഇതിൻ്റെ രചന പൂർത്തീകരിക്കണം, ഇത് ജനകോടികൾ ഏറ്റുപാടണം, അവിടത്തേക്ക് മഹത്വം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം കീബോർഡിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ട്യൂണിടുകയാണ്. വെറുതെ ഇങ്ങനെ, അതും ഈ പദങ്ങൾ തമ്മിൽ വളരെ ചേർന്നു പോവുക. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം ചേരുന്നുണ്ട്. അപ്പം പുള്ളി എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന്
അവ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അപ്പൊ ശരിക്കും വരികളെഴുത്തും മ്യൂസിക്കും രണ്ടും കൂടെ ഒന്നിച്ച് ഒരേ സമയത്ത് കിടക്കുക. ഒരേ സമയത്ത് കിടന്നു. ഓ, അത് ശരിക്കും ഒരു ദൈവ നിയോഗം തന്നെയായിരുന്നു. ദൈവനിയോഗം, ദൈവത്തിന്റെ ഇപ്പോഴും അത് ഒരു അനുഭവമായി നിറയുക. എനിക്ക് തോന്നുന്നത് ഈ പീറ്റർ ചെറാനല്ലൂര് അതിനെ കുറിച്ച് പറഞ്ഞത്, അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവെ ജനകോടികൾ ഇത് ഏറ്റുപാടണമെന്നായിരുന്നു. അങ്ങനെ തന്നെ ശരിക്കും നിങ്ങൾ പറഞ്ഞ ആ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച വാക്കുകൾ അക്ഷരം പ്രതി കർത്താവ് അത് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതൊരു സർവകാല ഹിറ്റായിട്ട് മാറി. ദൈവം അതെടുത്തിട്ട് അത് ലോകം മുഴുവൻ നാനാജാതി മതസ്ഥർ ഒരുപോലെ, അത് മർക്കോസ് ചേട്ടൻ പറയാറുണ്ട്. അദ്ദേഹം അമ്പലത്തില് മറ്റിടങ്ങളിലൊക്കെ ഇങ്ങനെ ഗാനമേളയ്ക്ക് പോകാറുണ്ട്. അപ്പൊ ആദ്യമേ ഈ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, മർക്കോസ് ചേട്ടു മറ്റേ പാട്ട് ഇസ്രായേൽനാഥ് പറയുന്നത്. ഈ ഗാനമേളകളിൽ മാത്രമല്ല, നാട്ടുംപുറത്തെ കള്ളുഷാപ്പുകളിൽ പോലും ഈ പാട്ട് നല്ല ഭംഗിയായിട്ട് ബാൻഡ് സെറ്റുകള്, അതുപോലെ തന്നെ ഗാനമേളക്കാര്, അതുപോലെ തന്നെ ഈ വണ്ടിയുടെ റിവേഴ്സ് ടോണ്, അതുപോലെ തന്നെ കോളിംഗ് ബെല്ല്, ഫോണിന്റെ ടോൺ, ഇതെല്ലാമായി മാറിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബ്രദറെ കണ്ണ് നിറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വാത്സല്യമേ. അതായത് ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ കൈവിടിയല്ല, ഒരിക്കലും നിന്നെ തള്ളിക്കളയലെന്ന് പറഞ്ഞ ആ വാക്കിന്റെ വചനത്തിന്റെ ആഴമേ, അത് ഓരോ ദിവസവും കേൾക്കുമ്പോഴും പലരും ഇങ്ങനെ പറയുമ്പോൾ ലഭിച്ച നല്ല പാട്ടാന്ന് പറയുമ്പോഴും അല്പമെങ്കിലും മാറിയെന്ന് ഞാൻ ഒന്ന് കരയാറുണ്ട്. എങ്ങനെ കരയാതിരിക്കും? കാരണം ഒന്നും അത് വല്ല സ്ഥായിയായിട്ട് വല്ല കഴിവുള്ളവരാണോ മക്കൾ? അല്ല, പീറ്ററും പറയാറുണ്ട്, സംഗീതം പഠിച്ചിട്ടില്ല, എഴുത്തിന്റെ വലിയ ആഴമായ ഇതെന്ന് പറയുമ്പം സാധാരണ ലളിതഗാനം പോലെയല്ല, ഇത് ദൈവശാസ്ത്രത്തിന്റെ തലങ്ങളോട് ഇതിന്റെ ലിറ്ററേച്ചർ ഉണ്ട്, തിയോളജി എല്ലാം സമന്വയിക്കപ്പെടുമോ? ദൈവം സമന്വയിച്ച് തരുമോ ചെയ്യുന്നത്? അതെല്ലാം അവിടുത്തെ ദാനമല്ലേ? ആ സ്നേഹം ഓർക്കുമ്പോഴാണ് പിന്നീടും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന. അതിനുശേഷമാണ് ആ ദൈവത്തെ അപ്പൊ ദൈവത്തെ മറക്കാതെ. അതിനു മുമ്പ് നമുക്ക് ഈ പാട്ടിന്റെ ഒരു 4 ലൈന് നമുക്കിത് എത്ര കേട്ടാലും നമുക്കത് മതി വരത്തില്ല. വാസ്തവത്തിൽ എത്ര പ്രാവശ്യം കേട്ടാലും, ഞാനിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ പാട്ട് വീണ്ടും വീണ്ടും ഒക്കെ എടുത്ത് കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സത്യത്തില്ലേ ബ്രദറെ, ഇത് ദൈവത്തിന്റെ വചനവും കർത്താവിന്റെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യവും അവന്റെ വാഗ്ദത്തങ്ങളും ഇതൊക്കെ വീണ്ടും 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 അങ്ങോട്ട് ആരക്കിട്ട് ഉറപ്പിക്കുക. ആ ഒരു 4 ലൈൻ ഒന്ന് പാടാവും. എനിക്ക് ശബ്ദത്തിന് പ്രയാസം ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവർ അനേക തവണ കേട്ടിട്ടുള്ള ഗാനത്തിന്റെ ആ ആദ്യത്തെ 4 ലൈന് പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ
എന്നെന്നും നിറവേറിടേണമേ. ഇനിയും ഇതുപോലെ അനവധി ഗാനങ്ങൾ അങ്ങയുടെ തൂലികയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. തൂലികയിൽ നിന്നല്ല, ശരിക്കും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് പകർന്നിട്ടുള്ളതായതുകൊണ്ടാണ് ഈ പാട്ടുകളെല്ലാം അനേകരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുള്ളത്, അനേകർക്കത് സൗഖ്യദായകമായി മാറിയിട്ടുള്ളത്. നമുക്കതേക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവയ്ക്കാം. ബേബി ജോൺ ബ്രദറിൻ്റെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ, ഓരോ ഗാനങ്ങളും എഴുതാനിടയായ സാഹചര്യങ്ങൾ, കർത്താവ് കൈപിടിച്ച് നടത്തിയ വഴികൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. അതുവരെ പ്രാർത്ഥനയിലായിരിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.